അസ്സലാമു അലൈക്കും. ഈ മുസ്ലിങ്ങളിൽ തന്നെ പല വിഘടിത ഇതിൽ പല സംഘടനകൾ. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ളതാണ് ഈ വിസ്ഡം. എന്തുകൊണ്ടാണ് KNM ആ ഒരു സംഘടനയോടൊരു എതിർപ്പ്, വിയോജിപ്പ് കാണിക്കണം? എന്തുകൊണ്ടാണ് വിസ്ഡം എന്ന് പറയുന്ന സംഘടനയായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ യോജിക്കാത്തതെന്നാണ് സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്. വിസ്ഡത്തിനായിട്ട് നമ്മൾക്ക് കുറേ അഭിപ്രായ വ്യത്യാസമുണ്ട്, എല്ലാം കൂടി പറയാൻ നമുക്ക് സമയമില്ല. പക്ഷേ വിസ്ഡമായിട്ട് നമ്മൾക്ക് ഏറ്റവും രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമുള്ളത് അള്ളാഹു ശിർക്കാക്കിയ ഒരു കാര്യത്തെ അവർ ശിർക്കല്ല എന്ന് പറഞ്ഞു. അതാണ് ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ പ്രശ്നം. റബ്ബ് അള്ളാഹു ശിർക്കായി പഠിപ്പിച്ച ഒരു കാര്യത്തെ ശിർക്കല്ല എന്നവർ പ്രഖ്യാപിച്ചു. ഇപ്പം നിങ്ങളൊരു ഉദാഹരണം ആലോചിച്ച് നോക്കാം. മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണോ അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ശിർക്കാണോ? ആണെന്ന അഭിപ്രായമുള്ളവരൊന്ന് കൈപ്പൊക്കിയേ. അൽഹംദുലില്ലാ, എല്ലാ കൈയും പോന്നീര്. മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്നുള്ളതിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഒരാളത് ശിർക്കല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കോ? അവനെ നിങ്ങളെ ആദർശത്തിലെ കൂട്ടുകാരനാക്കോ? പിന്നെ അത്രയും നമ്മളും ചെയ്തിട്ടുള്ളൂ. ജിന്നുകളോടും മലക്കുകളോടും സഹായം തേടിയാൽ ശിർക്കല്ല എന്നവർ പറഞ്ഞു. പിന്നെ അവർ ഹറാമാണെന്നാണ് പറഞ്ഞത്, വസീലത്ത് ശിർക്ക് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് ഒരു പറച്ചിൽ പറയാ. ഈ ഹറാമെന്ന് പറഞ്ഞാലും വസീലത്ത് ശിർക്ക് എന്ന് പറഞ്ഞാലും ശിർക്കല്ല എന്നാണല്ലോ അവർ പറഞ്ഞത്. നമ്മൾ വിശ്വസിക്കുന്ന എന്താണ്? ജിന്ന് പിന്നെ മലക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ച് ഗൈബിയായ സൃഷ്ടികളാണ്, അദൃശ്യമായ സൃഷ്ടികളാണ്, മറഞ്ഞ സൃഷ്ടികളാണ്. ആ ഗൈബിയായ സൃഷ്ടികളോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാണ്. ഇതാണ് നമ്മളെ വിശ്വാസം. അവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് ശിർക്കല്ലാത്ത ഏരിയ ഉണ്ട് അതിൽ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അള്ളാഹു ശിർക്കാക്കിയ ഒരു കാര്യത്തെ ശിർക്കല്ല എന്നൊരുത്തൻ പറഞ്ഞാൽ അവൻ്റെ വിധി എന്താണ്? അവൻ കാഫിറാണ്, അവന് കാഫിറായി പോവും. അള്ളാഹ് ഒരു കാര്യം ശിർക്ക് എന്ന് പറഞ്ഞു, ഞാൻ പറയുന്നത് ശിർക്കല്ല, ഹറാമാണ് പക്ഷെ ശിർക്കല്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ കാഫിറായി പോയി, മതത്തിൽ നിന്ന് പുറത്തു പോവും. അത്ര വലിയ സീരിയസ് ആയ ഇഷ്യൂയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിസ്ഡവുമായിട്ട് നമ്മൾ സഹകരിക്കാത്തത് ഈ ഷിർക്കിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നു എന്നതാണ്. അതിലും വലിയ ഷിർക്കിനും വലിയ പാപില്ലല്ലോ. ഉണ്ടോ? ഷിർക്കിലും വലിയ പാപുണ്ടോ? ഏറ്റവും വലിയ പാപേതാ? ഷിർക്കാണ്. ആ ഷിർക്ക് വിസ്ഡത്തിൻ്റെ ചിന്തയിലുണ്ട്, വിസ്ഡത്തിൻ്റെ പ്രബോധനത്തിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വിസ്ഡവുമായിട്ട് സഹകരിക്കാത്തത്. അല്ലാതെ വിസ്ഡത്തിനോട് വേറെ പ്രത്യേകിച്ച് ഒരു വിരോധം ഉണ്ടായിട്ടല്ല. ഇത് നമുക്ക് സഹകരിക്കാൻ പറ്റൂല.